തായ്ലൻഡിൽ പോവാ, ഇങ്ങനെ എയർപോർട്ടിൽ പോവാ തായ്ലൻഡിൽ. ഇന്ന് നമ്മൾ തായ്ലൻഡിൽ പോവാണ്. ഈ വർഷത്തെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ ചെന്നിട്ട് കാണാം. ബൈ. എല്ലാം ഹറിബറി ആയതുകൊണ്ട് പാക്കിംഗ്, ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷെ അതൊന്നും നടന്നില്ല. എയർപോർട്ടിൽ ചെന്നിട്ട് കാണാം. ബൈ ബൈ ബൈ. നമ്മൾ എയർപോർട്ടിൽ തന്നെയാണ് കാർ പാർക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ എൻട്രൻസിൽ നിന്ന് അതിൻ്റെ ഫീ പേ ചെയ്ത് അതിൻ്റെ റെസിപ്റ്റ് നമ്മുടെ ഡാഷ് ബോർഡിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് പോയത്. നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെയാണ് ഇറങ്ങിയത്. ട്രാഫിക്കിലെങ്ങാനും പെട്ടാലോ എന്ന് വിചാരിച്ച്. പക്ഷേ കുറച്ച് സമയം കൂടുതൽ കിട്ടി. അപ്പം നമ്മൾ ലോഞ്ചിലൊക്കെ ഇരുന്ന് റിലാക്സ് ചെയ്തിട്ടാണ് പോയത്. നമ്മൾ എയർ ഏഷ്യയിലാണ് പോയത്. പ്രീമിയം ഫ്ലെക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും അവിടുത്തെ ഗ്രൗണ്ട് സ്റ്റാഫിൻ്റെ അടുത്ത് നിന്ന് നമുക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. ഇത് എയർലൈൻസിൻ്റെ പ്രശ്നമോ ഒന്നുമല്ല. കാര്യം ബാങ്കോക്കിൽ നേരെ വിപരീതമായിരുന്നു സംഭവിച്ചത്. ഇത് ആ ഒരു സ്റ്റാഫിൻ്റെ മാത്രം ആറ്റിറ്റ്യൂഡ് പ്രോബ്ലം ആണ്. അക്ഷയ് ഗോപിനാഥ് എന്നാണ് ആളുടെ പേര്. നമ്മളുടെ ലഗേജസിൽ ഓൾറെഡി ഇൻഡിഗോയുടെ ടാഗ് ഉണ്ടായിരുന്നു. അത് മാറ്റി കളഞ്ഞിട്ട് അടുത്ത ടാഗ് വയ്ക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് അവരോട് റിമൂവ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവർക്കത് പറ്റില്ല എന്നും പറഞ്ഞ് ഭയങ്കര ചൂടാകായിരുന്നു ചെയ്തത്. അതേസമയം ബാങ്കോക്കിൽ അവർ തന്നെ അത് മാറ്റി അടുത്ത് തന്നെ ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് അവർ തന്നെ എല്ലാം ചെയ്തു തന്നു. അപ്പോൾ കസ്റ്റമർ സർവീസ് എങ്ങനെയുണ്ട് എന്നുള്ളത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. കസ്റ്റമേഴ്സാണ് കിങ്. അവരോട് മയത്തി സംസാരിക്കുന്നതാണ് നമ്മുടെ മാനേഴ്സ്. ഒരാൾ കാരണം ചിലപ്പോൾ ഒരു കമ്പനി ഫുള്ളായിരിക്കും നമ്മൾ പഴി വരാൻ ഇടയാവുന്നത്. അത് കാരണം നമ്മുടെയും കുറച്ച് മൂഡൊക്കെ പോയായിരുന്നു. പിന്നെ കുറച്ച് നേരം ലോഞ്ചിലൊക്കെ വന്നിരുന്ന് സമാധാനത്തിൽ സംസാരിച്ചപ്പോൾ ഓക്കെ ആയി. പിന്നെ നമ്മൾ വീണ്ടും ബാക്ക് ടു നോർമലായി. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഹൈസാബിയെ കളിക്കാൻ വിട്ടു. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. അപ്പോഴത്തേക്കും ഒക്കെ ഓക്കെ ആയി. എടുക്കാൻ ഈ സമയമുണ്ട് 11:45 അങ്ങനെ റെസ്റ്റ് എടുക്കാം. Be happy? നോക്കി പറ. നമ്മൾ ബുക്ക് ചെയ്ത 3 ഫുഡ് അല്ലാണ്ട് 3 ഫുഡും കൂടെ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടി. അത് നമ്മൾ തിരിച്ചു കൊടുത്തു. വേറെ ആർക്കെങ്കിലും കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട്. അത് ചിക്കൻ റൈസ് ആയിരുന്നു 3. ഫൈനലി നമ്മൾ എവിടെ എത്തി ഹൈസ? തായ്ലാൻഡ്.
ബാങ്കോക്കിലെത്തി ഗൈസ് അല്ലേ ഐസാബി? എല്ലാവർക്കും വിസ ഫ്രീ ആയത് കാരണം നമ്മൾ ഡയറക്റ്റ് വന്നതും അവർ നമ്മുടെ തമ്പ് ഇംപ്രഷൻ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം നമ്മുടെ പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്യും. നമുക്ക് വരാം. ബേബീസ് ഉണ്ടെങ്കിൽ അവർ പ്രയോറിറ്റി വേഗം തരും. നമുക്ക് വന്ന് പിന്നെ ബാഗൊക്കെ കളക്ട് ചെയ്ത് എൻജോയ്. ചേച്ചക്ക നമ്മൾ അവിടെ നിന്ന് അകത്തുനിന്ന് ഇറങ്ങിയത് ഫസ്റ്റ് നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത് സിമ്മാണ്. നമ്മുടെ ഫോർമാലിറ്റീസ് സിമ്മൊക്കെ എടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ബസ് ഇവിടുന്ന് ഡയറക്റ്റ് ഉണ്ടോ എന്ന് നോക്കി. ഇല്ല. അപ്പം നമ്മൾ ടാക്സി പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അപ്പം നമ്മൾ ഡയറക്റ്റ് ആദ്യം ടാക്സിയിലൊക്കെ പോകുന്നതിന് മുന്നേ ഇവിടുത്തെ 7-Eleven എക്സ്പീരിയൻസ് നോക്കാൻ വേണ്ടി പോവാണ്. എല്ലാവരും വീഡിയോസിലൊക്കെ 7-Eleven ഭയങ്കര എല്ലാം കിട്ടും, നല്ല ടേസ്റ്റിയാണ്, ഫ്രഷാണ് ഒക്കെ പറഞ്ഞിട്ട് അത് ട്രൈ ചെയ്യാൻ ആദ്യം തന്നെ അതിനു വേണ്ടി വന്നേക്കാം. വിൽ ഗെറ്റ് ഇൻടു ദി ഫസ്റ്റ് 7-Eleven ഇൻ മൈ ലൈഫ്. ക്ലീനിങ് റോബോ മച്ചാ. നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോഴേ വിചാരിച്ചതാണ് അവിടുത്തെ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് മാത്രം യൂസ് ചെയ്താൽ മതി എന്നുള്ളത്. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളതിനകത്ത് മാത്രം കയറാണ്ട് ബാക്കിയുള്ളതും എക്സ്പീരിയൻസ് ചെയ്യാം. ഹൈസായും അതിനെ അഡാപ്റ്റ് ആക്കി കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. പിന്നെ ലോക്കൽ ഫുഡ്സുമാണ് കഴിച്ചത്. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് നമ്മൾ ടാക്സി പിടിച്ച് ബസ് സ്റ്റേഷനിൽ വന്നു. അവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മുടെ ലഗേജസിലൊക്കെ സ്റ്റാമ്പ് ഒട്ടിക്കും. അവിടെ ഫുഡ് കഴിക്കാൻ ഫുഡ് കോർട്ട് പോലെയുണ്ട്. അവിടെ ഇരുന്ന് നമ്മൾ 7-Eleven വാങ്ങിച്ച സാൻഡ്വിച്ചസൊക്കെ കഴിച്ചു. ബസ് വന്നപ്പോൾ അവർ തന്നെ ലഗേജസൊക്കെ കയറ്റി വയ്ക്കും. അതൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് പട്ടായയിലോട്ടാണ് പോകുന്നത്. അവിടെയാണ് റൂം എടുക്കുന്നത്. ഷയാസിക്കയുടെ ഫസ്റ്റ് ട്രിപ്പല്ല. മുന്നും ഷയാസിക്ക ബിസിനസ്സിൻ്റെ ആവശ്യത്തിനും വെക്കേഷനും ട്രിപ്പായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥിരം ബുക്ക് ചെയ്യുന്ന ഹോട്ടലിൽ തന്നെയാണ് ഈ പ്രാവശ്യവും റൂം എടുത്തത്. ഇവിടുത്തെ ലോക്കൽ ബസ്സാണ്, പക്ഷേ നല്ല ഫെസിലിറ്റീസ് ഉണ്ട്. കാലൊക്കെ വയ്ക്കാൻ നല്ല സ്പേസ് ഉണ്ട്. അവിടെ ബസ് സ്റ്റാൻഡിൽ ചെന്നിറങ്ങി ടാക്സി പിടിച്ച് റൂമിലോട്ട് പോയി. അവിടെ ഹോട്ടലിൽ ചെന്ന ഉടനെ നമ്മൾ ലഗേജസൊക്കെ വെച്ചിട്ട് അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ പോയി. അവിടുന്ന് നമ്മൾ ഫുഡ് കഴിച്ചു. അവിടുത്തെ കരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാര്യം അത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് തരുന്നത്. അത് കുടിക്കുമ്പോൾ തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് റിഫ്രഷ്മെൻറ്റ് കിട്ടും. അതൊക്കെ കഴിച്ച് നമ്മൾ റൂമിൽ പോയി റെസ്റ്റ് എടുത്തു. ബാക്കി എന്താണെന്നുള്ളത് അടുത്ത വ്ളോഗിൽ കാണാം. എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടമായോ എന്ന് പറയുക. പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ബൈ.